മഹത്വത്തിൻ്റെ സിംഹാസനം വെടിഞ്ഞ് വിനയത്തിൻ്റെ പാതകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവം മനുഷ്യനിലൊരാളായി നമ്മോടൊപ്പം വസിച്ചു. നശ്വരമായ മാനവികതയെ ദൈവികതയുടെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയ ആ അത്ഭുതകരമായ പരിവർത്തന നിമിഷമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മഹിമ. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ക്രിസ്തയോജി വിദ്യാനികേതൻ ICSE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പീലിപ്പോസ് തുണ്ടുവാലച്ചിറയാണ്. എത്രയും സ്നേഹത്തോടെ ഫാദർ പീലിപ്പോസിനെ സന്ദേശം നൽകാനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ക്രിസ്തു ആരാണ്? ചില കുട്ടികളൊക്കെ പറയും ക്രിസ്തു ഏഞ്ചലാണെന്ന് പറയും. ക്രിസ്മസ് എന്താണ്? ചില കുഞ്ഞുങ്ങളൊക്കെ പറയും അത് സാന്താക്ലോസിൻ്റെ ജന്മദിനമാണെന്ന് പറയും. ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരും സെക്യുലർ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ അങ്ങനെ ആക്കി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് മാറുക. ജീസസ് ഈസ് ദ ഓൺലി റീസൺ ഫോർ ക്രിസ്മസ് സീസൺ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒന്നാണ്. അതിനപ്പുറം നമുക്ക് ക്രിസ്മസ് ഇല്ല. നിങ്ങളെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂളുകളും രാത്രിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് രാത്രി പകലാക്കുന്നവരും ഓൺലൈൻ ഗെയിംസ് നടത്തുന്നവരിൽ ഒക്കെ നമ്മുടെ മക്കളിലും ഒക്കെ കാണുമായിരിക്കും നമ്മുടെ ഇടയിൽ. നിങ്ങൾക്കാണെങ്കിൽ ഗൾഫ് മേഖലയിൽ ഒരൊറ്റ മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാൻ പറ്റാതെ അതിശീഘ്രം ജീവിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോഴും അതിനിടയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളോ ഒക്കെ ആരെങ്കിലുമൊക്കെ കാണും. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് തല ഉയർത്തി നോക്കിയാൽ, ഒരു മിനിറ്റ് നമ്മുടെ തഴക്കദോഷത്തിൽ നിന്ന് തല ഉയർത്തി നോക്കിയാൽ നമ്മുടെ തൊട്ട് ചാരത്ത് ക്രിസ്തു ഉണ്ട്, ഇമ്മാനുവലുണ്ട് എന്നുള്ളത്, ദൈവം നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ചില മനുഷ്യർക്കെങ്കിലും 15,000 20,000 രൂപയോ 25,000 രൂപയൊക്കെ സാലറി ഉള്ളെങ്കിൽ ഒരു ബെഡ് സ്പേസ് പോലും കിട്ടാനായിട്ട് സാധ്യതയില്ല. വെറും കുബൂസും പച്ചവെള്ളവും മാത്രം കുടിച്ച് അല്ലെങ്കിൽ കഴിച്ച് പോകുന്ന ഒരു ഒറ്റ മനുഷ്യർ അവിടെയൊക്കെ ഉണ്ടാവും. അവരെക്കാട്ടിലും ചെറിയ ഒരു ഇടമാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ഒരു സ്ഥലമാണ് ക്രിസ്മസിൻ്റെ ആഘോഷവും അതിൻ്റെ പുൽക്കൂടെന്നും ഒരു കാലിത്തൊഴുത്ത്, ചാണകത്തിൻ്റെ മണം, മൂത്രത്തിൻ്റെ മണം, കൊതുകടി, അസ്ഥികളെ തുളച്ചു കയറുന്ന തരത്തിലുള്ള തണുപ്പ്. അപ്പം ഇത്രയും ഭൗതിക സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ടും മാതാവും യൗസപിതാവും ഉണ്ണിയേശു ഒരു കംപ്ലൈൻറ്റും പറയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേറൊരു ചോയ്സ് ഇല്ല. അതുകൊണ്ട് അവരതിനെ സന്തോഷത്തോടു കൂടി സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ വലിയ ഒരു സന്ദേശം. അതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആരെങ്കിലും ചെറിയ മനുഷ്യരാണെങ്കിൽ അവരാരും ആരെയാണോ അസൂയപ്പെട്ട് നമ്മൾ കരുതുന്നത്, നമ്മുടെ അയൽവക്കക്കാരനോ കൂടെ പഠിച്ചവനോ കൂട്ടുകാരനോ ഒക്കെ വലിയ സാമ്പത്തികമായിട്ട് നിൽക്കുമ്പോൾ അവരോടുള്ള അസൂയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അധ്വാനിച്ച് അവരെപ്പോലെയോ അവർക്കപ്പുറമോ നമ്മൾ ഉയരേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആ ഒരു മോട്ടിവേഷനാണ് നമുക്ക് തരുന്നത്. എങ്കിലും ആകുലപ്പെടേണ്ട, അസ്വസ്ഥനാവേണ്ട, ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ഒരു ചിന്ത ക്രിസ്മസ് തരുന്നുണ്ട്. ഉള്ളതുകൊണ്ട് പരാതി കൂടാതെ സംതൃപ്തമായിട്ട് ജീവിക്കുക. പരസ്യം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കുമ്പം റോസപ്പൂ വേണം, അന്തൂറിയം വേണം, ഓർക്കിഡ് വേണം. പക്ഷെ എനിക്ക് എൻ്റെ ഭൗതിക സാഹചര്യത്തിൽ ഒരു ചെമ്പരത്തിച്ചെടി മാത്രമേ ഉള്ളെങ്കിൽ അത് നട്ട് അതിനെ ഒരു തോട്ടമാക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് പഠിപ്പിക്കണം. കാരണം ആനന്ദം ഒരിക്കലും കമ്പോളത്തിൻ്റെ ഉൽപ്പന്നമല്ല, അത് മനസ്സിൻ്റെ ഒരു കണ്ടെത്തലാണ്. നിങ്ങൾ ഗൾഫ് മേഖലയിൽ താമസിക്കുന്നവർ, അപ്പോൾ അവിടെയൊക്കെ കുരിശെടുക്കാൻ പബ്ലിക്കായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ എടുക്കണ്ട. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു വിശ്വാസമുണ്ട്. ആ രാജ്യത്തെ സ്നേഹിക്കുക, ആ രാജ്യത്തു നിന്ന് ഒരു നിയമവും തെറ്റിക്കാതെ അവിടെ ജീവിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഇടയിൽ ഇമ്മാനുവലായിട്ട് തീരുകയാണ്. മദ്യം കഴിക്കാനൊന്നും നിങ്ങൾക്ക് അവിടെ അവസരമില്ല. അത് വലിയ ഒരു സന്തോഷമായിട്ട് സറണ്ടർ ചെയ്യുക. അതിന് വേറൊരു വഴികളൊന്നും ഇവിടെ കേരളത്തിലുള്ള ഞങ്ങളൊക്കെ
ധാരാളം മദ്യം കിട്ടുന്നത് കൊണ്ടും സാമ്പത്തികമായിട്ട് കിട്ടുന്നത് മുഴുവൻ, അധ്വാനിച്ച് കിട്ടുന്നത് മുഴുവൻ കള്ളുഷാപ്പിൽ കളഞ്ഞ് ജീവിക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ളെങ്കിൽ അത് വലിയ ഒരു സറണ്ടറായിട്ട് കണ്ട് ആനന്ദത്തോടു കൂടി ഉള്ളതുകൊണ്ട് സംതൃപ്തമായിട്ട് ജീവിക്കാനുള്ള ഒരു വെല്ലുവിളിയും, എവിടെയാണോ താമസിക്കുന്നത് അവിടെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇമ്മാനുവലായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വിളിയുമാണ് നമ്മുടേത്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഒരു സന്ദേശം നമുക്കായി പങ്കുവെച്ച ബഹുമാനപ്പെട്ട ഫാദർ പീലിപ്പോസ് തുണ്ടുവാലിച്ചിറയ്ക്ക് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.